ഫാമിലി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്. എപ്പോഴും എല്ലാവർക്കും അത് അങ്ങനെ തന്നെയല്ലേ? ഇന്നൊരു ഫ്രൈഡേ ഈവനിങ് ആയാലോ? സമ്മർ ആയി കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലുള്ള ഏക വിനോദം പൂക്കളെ പരിപാലിക്കുക എന്നാണ് കേട്ടോ. ഇത്ര നേരം വെയിൽ കൊണ്ട് ക്ഷീണിച്ചതല്ലേ, കുറച്ചധികം വെള്ളം കൊടുത്തേക്കാം. ഈ പ്രഹസനം നിങ്ങളെ കാണിക്കാൻ മാത്രമാണ്. മിക്കവാറും ഒക്കെ ഞാൻ അവിടെ നിന്ന് സ്പ്രേ പൈപ്പ് ഉപയോഗിച്ചാണ് കേട്ടോ വെള്ളം കൊടുക്കല്. റോജിന്താ ജോലി കഴിഞ്ഞ് വന്നപ്പോ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൊള്ളാലോ. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചപ്പോഴത്തേക്കും റോജിന്താ അത് മാനത്ത് കണ്ടല്ലോ. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത് ഫാമിലി ബ്ലെസ്സിങ് ആണെന്ന്. ഒരുപാട് നാളായിരുന്നു ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ കൊതിച്ചിട്ട്. ഇനി ഒന്നും നോക്കണ്ട, വേഗം അകത്താക്കാം. നല്ല അടിപൊളി സ്വാദ്. റോയിച്ചിന് ഇത് വാങ്ങിയത് ടോപ്പ് നോച്ച് എന്ന കടയിൽ നിന്നാണ് കേട്ടോ. അവിടുത്തെ ഷെഫിന്റെ കൈപുണ്യം അത് ആസ്വദിച്ച് തന്നെ കഴിക്കണം. വാങ്ങിയത് 2 ചിക്കൻ ബിരിയാണിയും 1 ചിക്കൻ റോസ്റ്റ് വരുന്നു കേട്ടോ. മുട്ടയ്ക്ക് വേണ്ടി ഞാൻ റോങ്കൊണ്ടും അടിയായിരുന്നു, പക്ഷെ കഴിച്ചത് ഞാൻ തന്നെ. നാളെ വേറെ മുട്ട പുഴുങ്ങി തരാമെന്ന് അവന് വാക്ക് കൊടുത്തു. എന്തായാലും അടിപൊളി സ്വാദായിരുന്നു. ചിക്കൻ റോസ്റ്റ് ഒന്നും പറയാനില്ല, കുറച്ചധികം എരിവുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി സ്വാദായിരുന്നോണ്ട് തന്നെ ആസ്വദിച്ചാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ, അവിടെ നമ്മൾ പുല്ല് നനയ്ക്കാൻ ഇട്ടിട്ടാണല്ലോ വന്നത്. അതിപ്പോ ഓവർഫ്ലോ ആയിട്ടുണ്ടാവും. നമുക്ക് വേഗം പോയിട്ട് ആ പൈപ്പൊക്കെ മടക്കി വെക്കാം. ഇഷ്ടമല്ലാത്ത പണിയാണ് കേട്ടോ പൈപ്പ് മടക്കി വെക്കാന്നുള്ളത്. എന്തായാലും ചെയ്തല്ലേ പറ്റൂ, വേറെ വഴിയില്ലല്ലോ. ഇനിയും വെള്ളം ഓഫ് ചെയ്തില്ലെങ്കിൽ അടുത്ത മാസത്തെ എപ്കോറുകാരുടെ ബില്ല് വരുമ്പോൾ നമ്മളുടെ കണ്ണ് തള്ളും. അതുകൊണ്ട് തന്നെ വേഗം വെള്ളം ഓഫ് ചെയ്ത് പൈപ്പൊക്കെ കെട്ടിപ്പൂട്ടി നമുക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്ക് വേഗം പ്രാർത്ഥിച്ച് റോയിച്ചിന് നാളെ കൊണ്ടുപോകാനുള്ള ചോറും കറിയും ഒക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ പണികളെല്ലാം കഴിഞ്ഞു. ഇനി പിന്നെ മൂവി ടൈം താഴെ നമ്മുടെ തിയേറ്ററിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് പോയാലോ? എനിക്ക് അവധിയുള്ള ഫ്രൈഡേസ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. മൂവി നൈറ്റ് ഉണ്ടാവും. അപ്പൊ ഇനി മൂവി കണ്ടിട്ട് വരാം. മൂവി കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി 1:30 ആയി കേട്ടോ. ഞാനും മക്കളും കൊതി തീരുവോളം നാളെ രാവിലെ കിടന്നുറങ്ങും. റോയിച്ചിന് പക്ഷെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണം. അപ്പൊ ഇനി നാളെ കാണാം. ബൈ.